applause, ladies and gentlemen. Mr. Shabrinath, a few words. ലോയലയുടെ ഫസ്റ്റ് യങ് അച്ചീവർ അവാർഡ് എനിക്ക് തന്നതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു അവാർഡ് ഇന്ന് ലോയലയിൽ തരുമ്പോൾ ഐ റിയലി ട്രൂലി ഫീൽ ദാറ്റ് ഇറ്റ്സ് എ വെരി പ്രിക്കോഷ്യസ് തിങ്. ഒരു പക്ഷേ ഒരു 3-4 വർഷം കൂടെയൊക്കെ വർക്ക് ചെയ്ത് കൂടുതൽ ഇമ്പാക്റ്റ് സൊസൈറ്റിയിൽ ഉണ്ടാക്കിയതിന് ശേഷം ഇത് കിട്ടിയായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് ബീൻ എ മച്ച് ഹാപ്പിയർ പേഴ്സൺ. ബട്ട് ദ ഫാക്ട് ദാറ്റ് ലോയോല ആൻഡ് ദി ലോബ community has instilled that confidence in me and believes that I'll stand up to the award. It's a big thing. എന്തായാലും ഞാനിന്ന് എവിടെ നിൽക്കുന്നു, ദ ഫാക്ട് ദാറ്റ് ഐ എം സ്റ്റാൻഡിങ് ഹിയർ റിസീവിങ് ദിസ് അവാർഡ്, ദ പ്രൈമറി റീസൺ ഇസ് ഡെഫിനറ്റ്ലി ലോയോല. ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനെ ഒരു ഗൈഡിങ് ലൈറ്റായിട്ട് അല്ലെങ്കിൽ ടാലിസ്മാനായിട്ട് വരുന്നത് ലോയോലയിൽ പഠിപ്പിച്ച എത്തിക്സും പ്രിൻസിപ്പിൾസും ടീച്ചേഴ്സ് പറഞ്ഞ കാര്യങ്ങളുമാണ്. എന്ത് കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് ശരിയേതാണ് തെറ്റേതാണെന്ന് ഇന്നത്തെ കാലം നോക്കുകയാണെങ്കിൽ ശരിക്കും തെറ്റിനുമൊക്കെ ഒട്ടനവധി വ്യാകരണങ്ങളും ഒട്ടനവധി ഡെഫിനിഷൻസുമുള്ള സമയത്ത് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ശരിയേതാണ് തെറ്റാണെന്നുള്ള ആ ഒരു തീരുമാനമെടുക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഡെഫിനറ്റ്ലി ലോയോലയിലെ അപ്ബ്രിങ്ങിങ് ആണ്. എനിക്കൊരു സന്തോഷമുള്ളത് നമ്മുടെ മണ്ഡലത്തിൽ നമ്മുടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന പല ആളുകളും പല അങ്കിളുമാരും ഒരു പക്ഷേ ഇപ്പോൾ എൻ്റെ വോട്ടർമാരാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കുന്ന ഒരു സംഭവം, എന്നെ UKG മുതൽ സ്കൂളിൽ ബസ് കയറ്റിക്കൊണ്ടിരുന്ന വർഗീസ് അങ്കിൾ, പിന്നെ അദ്ദേഹം എൻ്റെ മണ്ഡലത്തിലെ പൂവച്ചലുകാരനാണ്, എൻ്റെ വോട്ടറാണ്. അദ്ദേഹം മരിക്കുന്നതിന് 3-4 ദിവസം മുമ്പ്, ഞാൻ എല്ലാ ദിവസവും സാധാരണ ആ റോഡിൽ കൂടെ പോകുന്നതാണ്, പൂവച്ചൽ ആലമുക്ക് റോഡ്. എന്താണെന്നറിയില്ല, അദ്ദേഹം മരിക്കുന്നതിന് 2-3 ദിവസം മുമ്പ് ഒരു നട്ടുച്ച സമയത്ത് ആ റോഡിലൂടെ പോയപ്പോൾ എവിടെ നിന്നാണൊരു അവേക്കണിങ് വന്നതെന്നറിയില്ല. ഐ ആസ്ക്ഡ് മൈ ഡ്രൈവർ ടു സ്റ്റോപ്പ് ദ കാർ. ഐ ജസ്റ്റ് വെൻറ്റ് ടു ഹിസ് ഹൗസ്. ഞാൻ 2 വാക്ക് സംസാരിച്ചു. അങ്കിൾ കിടക്കുകയായിരുന്നു, വലിയൊരു വിഷമം ഉണ്ടായിരുന്നു മുഖത്ത്. ഞാൻ സംസാരിച്ച് ഒരു 5 മിനിറ്റ് സംസാരിച്ച് ഒരു ചായയും കുടിച്ച് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ആ സമയത്ത് അവിടെ കയറേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം ഒരു 3 ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളെല്ലാം വ്യസനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നമ്മളെ വിട്ടിട്ട് പോയത്. അപ്പോൾ അതുപോലെ ഒട്ടനവധി അങ്കിളുമാരുടെ കുടുംബവും ബന്ധങ്ങളും ഒക്കെ ശക്തമായുള്ള ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഒരു MLA എന്ന രീതിയിൽ ഇന്ന് നമ്മൾ ലോയോല വെൽഫെയർ ഇനിഷ്യേറ്റീവ് തുടങ്ങുന്നത് വളരെ നല്ല കാര്യമാണ്. തീർച്ചയായിട്ടും കുട്ടികൾ എത്ര വലുതായാലും അവരുടെ ഒരു കമ്മിറ്റ്മെൻറ്റ്, പേരൻസിനോടുള്ള പോലത്തെ ഒരു കമ്മിറ്റ്മെൻറ്റ്, നാടിനോടുള്ള പോലത്തെ ഒരു കമ്മിറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും സ്കൂളിലെ ടീച്ചേഴ്സിനും അതിനേക്കാൾ ഉപരി നോൺ ടീച്ചിങ് സ്റ്റാഫിനും കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാക്കാനുള്ളൊരു ബാധ്യത ഓരോ ലോയോലക്കാരനും ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ലോബ പ്രവർത്തിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ഭാവിയിൽ കഴിയാൻ വന്നില്ലെങ്കിലും നിങ്ങളാരും വിഷമിപ്പിക്കത്തില്ല എന്നൊരു വാക്ക് എൻ്റെ ഒരു കരിയറിൽ ഓരോ ലോയോല കുടുംബാംഗത്തിനും നൽകുകയാണ്. ഞാൻ ലാസ്റ്റ് ഒരുപക്ഷെ സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ഒരു ഫേവറേറ്റ് സിനിമയെക്കുറിച്ചാണ്. മോസ്റ്റ് ഓഫ് us would have watched this movie in school or for college for sure. Orson Welles' there's a movie called Citizen Kane, celebrated as one of the most iconic movies in world cinema. Citizen Kane is a story of one person who becomes a big entrepreneur. ഒരു വളരെ വൈവേഷ്യസ് ക്യാരക്ടറാണ് അദ്ദേഹം. അതെല്ലാം കഴിഞ്ഞൊരു ദിവസം മരിക്കുന്നു. സിറ്റിസൺ കെയ്ൻ, ഓർസൺ വെൽസ് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി എടുത്ത സിനിമയിൽ സിറ്റിസൺ കെയ്ൻ മരിക്കുമ്പോൾ ഡെത്ത് ബെഡിലിരുന്ന് അദ്ദേഹം അവസാനം പറയുന്ന ഒരു വാക്കുണ്ട്, റോസ്ബഡ്. So essentially the whole movie is a journey to find out what rosebud means. സിനിമയെക്കുറിച്ചുള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ള സ്റ്റഡീസും ഏറ്റവും ആധികാരികമായിട്ട് റിവ്യൂ ചെയ്യുന്ന ആളുകളുമൊക്കെ ഏറ്റവും കൂടുതൽ അനലൈസ് ചെയ്തിട്ടുള്ള ഒരു മൂവി സീനാണത്, അല്ലെങ്കിൽ ഒരു മൂവിയുടെ ഒരു ട്വിസ്റ്റാണത്. സോ എസെൻഷ്യലി വെൻ ദ മൂവി എൻഡ്സ്, ഈ റോസ്ബഡ് എന്ന് പറയുന്നത് ഇത്രയും വലിയ ആളായി ഇത്രയും ഹോട്ടലുകളും എസ്റ്റാബ്ലിഷ്മെൻറ്റും തുടങ്ങി ഇത്രയും വലിയ ഐക്കോണിക് ഫിഗറായിട്ടുള്ള ആ സിറ്റിസൺ കെയ്ൻ മരിക്കുമ്പോൾ അവസാനം പറയുന്ന ആ റോസ്ബഡ് എന്ന് പറഞ്ഞ വാക്ക് അദ്ദേഹം കൊച്ചുനാളിൽ ഉപയോഗിച്ചിരുന്ന സ്ലെഡ്ജിൽ എഴുതിയിരുന്ന ഒരു വാക്കാണ്. അപ്പോൾ അത്രയും വലിയൊരാൾ മരിക്കുമ്പോൾ ദ ലാസ്റ്റ് തിങ് ദാറ്റ് കംസ് ടു ഹിസ് മൈൻഡ് ഇസ് ഡെഫിനറ്റ്ലി ഹിസ് ചൈൽഡ്ഹുഡ് മെമ്മറി. എനിക്കിന്ന് പറയാനുള്ളത്, ഒരുപക്ഷെ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ദ ലാസ്റ്റ് തിങ് ദാറ്റ് വുഡ് കം ഓൺ ടു മൈ മൈൻഡ്, ഒരവസാന നാളുകൾ തീർച്ചയായിട്ടും റോസ്ബഡ് പോലെ ലോയോല നൽകിയിട്ടുള്ള നല്ല നിമിഷങ്ങളായിരിക്കും എന്നാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഓൺ ബിഹാഫ് ഓഫ് എവ്രി വൺ, ഐ എം വെരി ഹാപ്പി ടു
accept this award, and I hope that I won't let you down. Thanks a lot. See you all. Have a wonderful evening. Namaskaram. Jai Hind.